അതായത് ഇവിടെ എങ്ങനെയാണ് വിലക്കയറ്റത്തിന്റെ ഒരു അന്തരീക്ഷം തന്നെ ആലോചിച്ച് നോക്കൂ. പിന്നെ നരേന്ദ്രമോദി ഭരണത്തിൽ വന്നതിന് ശേഷമാണ് കോവിഡ് വന്നത്. കോവിഡ് വന്ന് ഇന്ത്യൻ ലോക വിപണി മുഴുവനും, അതായത് മിക്കവാറും എക്സ്പോർട്ട് ഇമ്പോർട്ട് എല്ലാം ആകെപ്പാടെ ലോകം സ്തംഭനാവസ്ഥയിലായിരുന്നു കോവിഡ് കാലഘട്ടത്തില്. ഇറക്കുമതിയോ കയറ്റുമതിയോ ഒന്നും തന്നെ കാര്യം, മരുന്നുകളാണ് ഏറ്റവും പ്രധാനമായിട്ടും ഇറക്കുമതിയും കയറ്റുമതിയുമായിരുന്നത്. അങ്ങനെ എന്താണ് പറയുക, എല്ലാ രാജ്യങ്ങളിലും ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ, ഗവൺമെന്റ് കൈകളിലേക്ക് വെച്ചു കൊടുത്ത പണം കൊണ്ട് ഗവൺമെന്റ് വിതരണം ചെയ്ത റേഷൻ സമ്പ്രദായത്തിലുള്ള ധാന്യങ്ങളും പയറുവർഗ്ഗങ്ങളും ഒക്കെ കഴിച്ച് അങ്ങനെയൊക്കെയാണ് അതായത് മരണത്തോട് മല്ലടിച്ചുകൊണ്ടും രോഗത്തോട് മല്ലടിച്ചുകൊണ്ടും ഒക്കെ ലോകത്തെ ജനത മുഴുവനും തന്നെ എല്ലാ രാജ്യങ്ങളും തന്നെ മുന്നോട്ട് പോയത്. അത് കഴിഞ്ഞ് കോവിഡിൽ നിന്ന് പതുക്കെ തല കയറ്റി തുടങ്ങിയപ്പോഴേക്ക് ഇതാ ഉക്രൈൻ വാർ വരുന്നു, യുക്രൈൻ വാർ വരുന്നു. അതോടെ റഷ്യക്കെതിരെ ഉപരോധം കൊണ്ടുവരുന്നു. അപ്പൊ റഷ്യക്കെതിരെ ഉപരോധം കൊണ്ടുവന്നപ്പോൾ എന്താ സംഭവിച്ചത്? ഉക്രൈൻ ഒരു വലിയ ഭക്ഷ്യധാന്യ ഉൽപാദക രാജ്യമാണ്. അതുപോലെ തന്നെ റഷ്യയും ഒരു ഭക്ഷ്യധാന്യ ഉൽപാദന രാജ്യമാണ്. അതിലും ഉപരി കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിന്റെ ഉൽപാദനം, അതുപോലെ ക്രൂഡ് ഓയിലിന്റെ ഉൽപാദനം വലിയ തോതിൽ, ഒരുപക്ഷെ ലോകത്തെ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് റഷ്യ. അത് കഴിഞ്ഞ് സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങളുള്ളൂ. അപ്പം റഷ്യയിൽ നിന്നാണ് ക്രൂഡ് ഓയില് യൂറോപ്യൻ കൺട്രീസിലേക്കൊക്കെ ധാരാളമായിട്ട് ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അതൊക്കെ ഉപരോധം റഷ്യക്ക് ഉപരോധം ഏർപ്പെടുത്തിയോട് കൂടി എണ്ണയുടെ ഒഴുക്കൊക്കെ കുറയുന്നു. പക്ഷെ ഇന്ത്യ ഒരു വിദേശ പോളിസി സ്വീകരിച്ചത് റഷ്യയോട് കൂറു പുലർത്തുന്ന പോളിസിയായിരുന്നു. അങ്ങനെ റഷ്യയുടെ ക്രൂഡ് ഓയിലൊക്കെ വാങ്ങിക്കാൻ തുടങ്ങി. അതുകൊണ്ട് റഷ്യക്കും പ്രയോജനം ഉണ്ടായി, ഇന്ത്യക്കും ഒരു പക്ഷേ വലിയ മറ്റ് രാജ്യങ്ങൾക്ക് ഉണ്ടായതുപോലുള്ള പ്രതിസന്ധി ക്രൂഡ് ഓയിലിന്റെ കാര്യത്തിൽ ഉണ്ടായില്ല. പക്ഷെ നമുക്കറിയാം, ആ ക്രൂഡ് ഓയിൽ വേൾഡ് ഓവർ ക്രൂഡ് ഓയിലിന്റെ വില വർദ്ധിച്ചിരുന്ന സാഹചര്യത്തിൽ ഇന്ത്യയിലും അതിഭയങ്കരമായിട്ട് അതായത് നമ്മൾ റഷ്യയിൽ നിന്ന് ഇറാനിൽ നിന്നൊക്കെ ക്രൂഡ് ഓയിൽ വാങ്ങിക്കൊണ്ടിരുന്നു, നമുക്ക് വലിയ പ്രതിസന്ധി ഇല്ലായിരുന്നു. പക്ഷെ ഇവിടെ എന്താണ് ഒരു ശേഖരം സൃഷ്ടിക്കാൻ വേണ്ടി, എപ്പോ വേണമെങ്കിലും എടുക്കത്തക്ക രീതിയിലുള്ള ഒരു ശേഖരം സൃഷ്ടിച്ചു വെക്കാൻ വേണ്ടി ഒരുപാട് വാങ്ങിക്കൂട്ടി സംഭരിച്ചു വെച്ചു. പക്ഷേ ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സിന് വില കൂടിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഇന്ധനത്തിന്റെ വില കൂടിക്കൊണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ നിത്യോപയോഗ സാധനങ്ങളുടെ എല്ലാം വില കൂടിക്കൊണ്ടിരുന്നു. അങ്ങനെ അതിഭയങ്കര വിലക്കയറ്റമായിരുന്നു 2022, 2023. അപ്പൊ ഈ 2020 തന്നെ കോവിഡ് കാലത്ത് തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു മോണിറ്ററി പോളിസി കമ്മിറ്റി ഫോം ചെയ്യുന്നു. അവർ തീരുമാനിക്കുന്നു ഭക്ഷ്യവില 4%-നും 6%-നും ഇടയ്ക്ക് പിടിച്ചു നിർത്തണം. അങ്ങനെ പിടിച്ചു നിർത്താനെടുത്ത തീരുമാനം നല്ലൊരു തീരുമാനമായിരുന്നു. പക്ഷേ എന്നിട്ട് പോലും ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ വില, റീറ്റെയിൽ വില, ഉപഭോക്തൃ വില 11%-നും മുകളിൽ പോയ അവസരങ്ങളുണ്ട്. ഹോൾസെയിൽ പ്രൈസ് 15%-നും മുകളിൽ പോയ അവസരങ്ങളുണ്ടായിരുന്നു. പക്ഷെ മോണിറ്ററി പോളിസി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഒന്നും വർദ്ധിപ്പിക്കാതെ സസൂക്ഷ്മം 2 വർഷത്തോളം മുൻപോട്ട് പോയതിന്റെ ഫലമായിട്ട് വലിയ തോതിൽ വിലക്കയറ്റം ഉണ്ടായില്ല. പക്ഷെ വിലക്കയറ്റം ഉണ്ടായിരുന്നു. ഉണ്ടായ വിലക്കയറ്റത്തിന്റെ തിക്താനുഭവം അനുഭവിച്ചത് പാവപ്പെട്ടവരാണ്. കാരണം അരിയും സാധനങ്ങളും റേഷൻ കട വഴി കിട്ടും. പക്ഷേ മറ്റ് വെജിറ്റബിൾസും സാധനങ്ങളും, അതുപോലെ അവർക്ക് വേണ്ട വസ്ത്രം, ഇങ്ങനെയുള്ള ഒരുപാട് ആവശ്യങ്ങളുണ്ട്. അതിന്റെയൊക്കെ വില സാധാരണയിൽ കവിഞ്ഞു വർദ്ധിച്ചു. അതായത് ഉപഭോക്തൃ വിലകൾ 11%, 9%, 8%, ഇങ്ങനെ, അതായത് 4-നും 6-നും ഇടയ്ക്ക് പിടിച്ചു നിർത്തണം എന്ന് പറഞ്ഞിട്ട് ഈ അടുത്ത കാലം വരെ 5.9%-ലെത്തി നിൽക്കുകയായിരുന്നു. ഇപ്പോഴും അത് 4%-ലേക്ക് വന്നിട്ടില്ല, 5%-ന്റെ ചുറ്റുവട്ടത്തിലാണ്. പക്ഷെ ഭക്ഷ്യവിലകൾ ഇപ്പോഴും 9-10%-ന്റെ രീതിയിൽ നിൽക്കുകയാണ്. അപ്പം സാധാരണക്കാരനെ സംബന്ധിച്ച് ഭക്ഷ്യവിലക്കയറ്റം വളരെ, നമുക്കറിയാം കേരളത്തിലെ കാര്യം തന്നെ, സാധാരണ ഇന്ത്യക്കാരന് ഭക്ഷ്യവിലക്കയറ്റം വലിയ ദുസ്സഹമായ തോതിൽ ഇപ്പോഴും ഉണ്ട്. കേരളത്തിലെ കാര്യമാണെങ്കിൽ അതിലും ദുസ്സഹമാണ്. കാരണം പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം പൊട്ടിപ്പാളീസായ ഒരു അവസ്ഥയാണ് കേരളത്തിൽ ഉണ്ടായത്. നമുക്കറിയാം, കോൺട്രാക്ടേഴ്സിന് കൊടുക്കേണ്ടിയിരുന്ന പണം കൊടുക്കാത്തത് കൊണ്ട് സപ്ലൈക്കോയ്ക്ക് ഭക്ഷ്യോൽപ്പന്നങ്ങളോ അല്ലെങ്കിൽ വെജിറ്റബിൾസോ അങ്ങനെയുള്ള സാധനങ്ങൾ, ഈ 13 സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കില്ല എന്ന്
ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ തന്നെ പറഞ്ഞിരുന്ന ആ ഉൽപ്പന്നങ്ങൾ പോലും കിട്ടാനില്ലാത്ത ഒരവസ്ഥ സംജാതമായിരുന്നു. അങ്ങനെ അതായത് സപ്ലൈകോയുടെ കോൺട്രാക്ടേഴ്സ് ആരും സപ്ലൈ ചെയ്യുന്നില്ല, അങ്ങനത്തെ ഒരവസ്ഥ. കാരണം അവർക്ക് ആർക്ക് കൊടുക്കാനുള്ള കുടിശ്ശിക കൊടുത്തു തീർത്തിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ സപ്ലൈകോ തന്നെ വലിയ പ്രതിസന്ധിയിലായി. അങ്ങനെ 30% മുതൽ 50% വരെ വില വർദ്ധിപ്പിക്കാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെയൊക്കെ ഉണ്ടായ വില വർധന അത് സപ്ലൈകോയിൽ നിന്ന് ഏതാനും ഐറ്റം മാത്രം കിട്ടുന്നു, അവയിലാണ് എന്തെങ്കിലും ആശ്വാസം ഉണ്ടായിരുന്നത്. അതും സാധാരണക്കാർക്കല്ല, സപ്ലൈകോയെ അതായത് നീല കാർഡും ഒക്കെ ഉള്ളവർക്ക്, നീല കാർഡ് തൊട്ട് മഞ്ഞ കാർഡ് അങ്ങനെയൊക്കെ ഉള്ളവർക്ക്. അപ്പൊ അങ്ങനെ ഈ വിലക്കയറ്റം, അതായത് ഗവൺമെന്റ് രണ്ടാം വരവിലും ഒന്നാം വരവിലും പറഞ്ഞിരുന്നു 13 ഐറ്റങ്ങളുടെ വില നിയന്ത്രിച്ച് നിർത്തുമെന്ന്. അത് നിയന്ത്രിച്ച് നിർത്താൻ പറ്റിയില്ല. കേന്ദ്ര ഗവൺമെന്റിന്റെ ശ്രമം കൊണ്ടോ സംസ്ഥാന ഗവൺമെന്റ് ശ്രമം കൊണ്ടോ വില നിയന്ത്രണം, ഉപഭോക്തൃ വില നിയന്ത്രണം നന്നായി നടന്നിട്ടില്ല. അപ്പൊ തീർച്ചയായിട്ടും അത് ഇവിടുത്തെ സാധാരണക്കാരെ വലിയ തോതില് അവരുടെ ആരോഗ്യ രംഗത്തെ, അവരുടെ എന്താ പറയുക, പോഷകാഹാരത്തെ ബാധിച്ചിട്ടുണ്ട്, ലഭ്യതയെ ബാധിച്ചിട്ടുണ്ട്. നമ്മൾ ഓർക്കണം, മില്ലേനിയം ഡെവലപ്മെന്റ് ഗോളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പോഷക ദാരിദ്ര്യമില്ലാത്ത, പട്ടിണിയില്ലാത്ത ഇന്ത്യ. എല്ലാ രാജ്യങ്ങളും പോഷക ദാരിദ്ര്യമില്ലാത്ത, പട്ടിണിയില്ലാത്ത രാജ്യങ്ങളായി മാറണം. അതായത് ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് 0 ആകണം 2030 ആകുമ്പോഴത്തേക്കും. അതാണ് മില്ലേനിയം ഡെവലപ്മെന്റ് ഗോള്. അപ്പൊ ആ ലക്ഷ്യത്തിലേക്കാണ് ഇന്ത്യയും നടന്നെടുക്കുന്നത്. 2024 കഴിഞ്ഞിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി വളരെ കുറച്ചു കാലം കൊണ്ട് വേണം നമുക്ക് പിന്നെ പട്ടിണിയില്ലാത്ത ഇന്ത്യ സൃഷ്ടിച്ചെടുക്കാൻ. അതുകൊണ്ട് ഈ ഇലക്ഷനിലും നാം ചോദിക്കേണ്ട ഒന്ന്, നമ്മുടെ അടുത്ത് വോട്ട് ചോദിച്ചു വരുന്നവരോട് പട്ടിണി ഇല്ലാതെയാക്കാൻ, വിലകൾ പിടിച്ചു നിർത്താൻ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ MP ആയാൽ, നിങ്ങൾ ഗവൺമെന്റ് ഫോം ചെയ്താൽ സാധാരണക്കാരുടെ ഈ പോഷകാഹാര ദാരിദ്ര്യം പരിഹരിക്കാൻ, പട്ടിണി ഇല്ലാതെയാക്കാൻ എന്ത് ചെയ്യും എന്ന ഒരു ചോദ്യം ശക്തമായിട്ട് ചോദിക്കാൻ നമുക്ക് കഴിയണം.